Hey all, welcome back to another episode of Oru Af Malayali. If you're watching my channel for the very first time, I am Princey and I'm working as a cabin crew with Air India. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഏവിയേഷൻ ഡൗട്ട്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിവിടെ കുറച്ച് ഏവിയേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിവിടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. Do I need a clear skin to be a cabin crew? ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരുടെയും സ്കിൻ 100% ക്ലിയർ ആയിരിക്കില്ല. സോ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു ഹാവ് എ ആക്നി പ്രോൺ സ്കിൻ, നിങ്ങളുടെ സ്കിന്നിൽ ആക്നീസ് എപ്പോഴും വരും, ലൈക്ക് ക്യൂർ ആവും, പിന്നെയും വരും, ലൈക്ക് അവിടെ സ്കാർസ് ആയിരിക്കാം, മാർക്സ് ആയിരിക്കാം, പിമ്പിൾ മാർക്സ്, ഇങ്ങനത്തെയൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനത്തെയൊക്കെയാണ് പിമ്പിളുള്ള ഫേസ് ഫുള്ളായിട്ട് സ്കാർസ് ഉള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. ഓക്കെ, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ഇൻ്റർവ്യൂവർ. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാം ഇൻ്റർവ്യൂവറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. നിങ്ങളുടെ ലക്ക് അനുസരിച്ചിരിക്കും. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നിങ്ങൾ സെലക്ട് ആവും എന്നുണ്ടെങ്കിൽ സെലക്ട് ആയിരിക്കും. അത് ഏത് പിമ്പിൾ ഉണ്ടെങ്കിലും എന്താണെങ്കിലും എത്ര വലിയ ഒരു റിജക്ഷൻ കിട്ടാവുന്നുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും യു വിൽ ബി സെലക്റ്റഡ്. ദാറ്റ് ഈസ് ദെയർ. ഓക്കെ, സോ ആർക്കും അത് തടയാൻ പറ്റില്ലല്ലോ. ഇഫ് യുവർ ഫെയ്ത്ത് ഇസ് ഇൻ ദിസ് കമ്പനി, ദെൻ നിങ്ങൾ എത്ര 100-ൽ ഒരു 40% കൊടുത്താലും ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ പോലും യു വിൽ ബി സക്സീഡഡ്. സോ അത് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് സ്റ്റോറി. ബട്ട് ഞാൻ ടോപ്പിക്കിലോട്ട് വരട്ടെ. അപ്പോൾ ഇത് അവർ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ട്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളല്ല അവർ ക്ലിയർ സ്കിന്നിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പിമ്പിൾസ് ഉണ്ടോ അല്ലെങ്കിൽ കട്ട് മാർക്സ് ഉണ്ടോ, ഇവിടെയൊക്കെ ചില ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെയൊക്കെ കട്ട് മാർക്സ് ഇരിക്കുന്നത്. അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അത് മേക്കപ്പ് ഇട്ടാൽ പോലും കവർ ആവില്ല. സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ എന്താ പറയുക, റിജക്റ്റ് ചെയ്യും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് upon interviewers' mood. If they are good enough, then you will be hired. അത്രേ പറയാനുള്ളൂ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, can I become a cabin crew if I have a mole on my face? സോ ഫേസിൽ മോൾ ഉണ്ടെങ്കിൽ ക്യാബിൻ ക്രൂ ആവാൻ പറ്റുമോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഫേസിൽ മോൾസ് ഉണ്ട്. ദാറ്റ് ടു ഇറ്റ്സ് നോട്ട് എ സ്മോൾ മോൾ, ഇറ്റ്സ് എ ബിഗ് മോൾ. ഓക്കെ, ബിഗ് മോൾ അല്ല, അപ്പം മീഡിയം റേഞ്ചിലുള്ള മോളാണ്. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇത്രയും വലുതായിരുന്നില്ല ഈ മോൾ. ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയുക, കുറച്ച് ഇതിനേക്കാളും കുറച്ച് ചെറിയ മോളായിരുന്നു. ബട്ട് സ്റ്റിൽ എന്നോട് ആരും ഒന്നും ചോദിച്ചില്ല. സ്കിൻ റിവ്യൂ ചെയ്യുമ്പോഴായിക്കോട്ടെ അവരൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചില്ല മോളിനെ കുറിച്ച്. സോ ബട്ട് സ്റ്റിൽ ഇഫ് ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് സൂട്ടിങ് യുവർ ഫേസ്, നിങ്ങളുടെ ഫേസിന് അത് സൂട്ട് ആവുന്നുണ്ടെങ്കിൽ ദെൻ ദേ വിൽ നോട്ട് ആസ്ക് യു ടു അവർ റിമൂവ് ചെയ്യാൻ പറയില്ല. ഇപ്പോൾ നിങ്ങൾ കേപ്പബിൾ ആണ്, എല്ലാ സ്കിൽസും ഉണ്ട്, ബട്ട് ബിക്കോസ് ഓഫ് മോൾ വിൽ നോട്ട് റിജക്റ്റ് യു. ഓക്കെ, മോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും റിജക്റ്റ് ചെയ്യില്ല. either they ask you to remove the mole remove ചെയ്യാൻ പറയും, അല്ലെങ്കിൽ അവർ ഇഫ് ഇറ്റ് ഈസ് ഗുഡ്, അത് നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയാണ് ഫേസിന്, അതില്ലാണ്ട് പറ്റില്ല എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ദെൻ അവർ പറയും. അവരൊന്നും പറയില്ല. ഓക്കെ, റിവ്യൂ ചെയ്യാൻ നേരത്ത് എന്തെങ്കിലും അവർ പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ അത് പറയത്തുള്ളൂ. സോ അവർ ചോദിക്കും നിങ്ങൾ ഓക്കെ ആണോ, ഇഫ് യു ക്യാൻ റിമൂവ് ദ മോൾ and then share as a picture or something. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ then you will have to remove if you are interested to continue. അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്ന മുമ്പ് ആരും മോൾ കളഞ്ഞിട്ട് പോകരുത്. ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് പോവുക, അവരെന്തെങ്കിലും പറഞ്ഞാൽ മാത്രം റിമൂവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആരും റിമൂവ് ചെയ്യേണ്ട. സോ ഞാൻ പറഞ്ഞു ഓക്കെ മോൾ ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. മോൾ ഉണ്ടെങ്കിൽ കുറേ ക്യാബിൻ ക്രൂ ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് എന്താ പറയുക, ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻ ബിഗർ സൈസ്, വലിയ സൈസിലായിരിക്കരുത്. വലിയ സൈസ് ആണെങ്കിൽ ദേ വിൽ ആസ്ക് യു ടു റിമൂവ്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇഫ് ഐ ആം ഡാർക്ക് കോംപ്ലെക്ഷൻ ക്യാൻ ഐ ബിക്കം എ ക്യാബിൻ ക്രൂ? ഓക്കെ, സോ ഇത് കുറേ പേര്, ഈവൻ മൈ ഫ്രണ്ട്സ്, ഓക്കെ, ഞാൻ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇപ്പോഴും അവർ മെസ്സേജ് അയച്ച് ചോദിക്കും. അവർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. സോ അവർ മെസ്സേജ് അയച്ച് ചോദിക്കും എന്താ ഞാൻ ഫെയർ ആയിട്ടിരുന്നാൽ മാത്രമേ ക്യാബിൻ ക്രൂ ആവാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. അപ്പോൾ
എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ഏത് വെബ്സൈറ്റ്, ഏത് കമ്പനിയുടെ വെബ്സൈറ്റ് നോക്കിയാലും നോട്ട് ഓൺലി ഏവിയേഷൻ ഫീൽഡ്, ഏതെങ്കിലും ആയിക്കോട്ടെ, ബ്യൂട്ടി ആയിക്കോട്ടെ, ഏതെങ്കിലും ആയിക്കോട്ടെ, മോഡൽസ് ആയിക്കോട്ടെ, അത് ഏതിലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഫെയർ സ്കിൻ ടോൺ ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയെന്ന്. ഓക്കെ, സോ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യമേ ജസ്റ്റ് ടേക്ക് ഔട്ട് ഫ്രം യുവർ മൈൻഡ് ദാറ്റ് നിങ്ങൾ ഡാർക്കാണ്, ആവാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട് ആദ്യമേ നിങ്ങൾ മൈൻഡിൽ നിന്ന് കളയണം. ഓക്കെ, സോ അവിടെ മാറ്റർ ആവുന്നത് നിങ്ങളുടെ സ്കിന്നാണ്. ക്ലിയർ സ്കിന്നാണ് അവിടെ മാറ്റർ ആവുന്നത്. നിങ്ങൾ വൈറ്റ് ആണോ, ഫെയർ ആണോ, അതോ ഡാർക്ക് ആണോ, അതൊന്നും അവർ ചെക്ക് ചെയ്യില്ല. ആ കാരണത്താൽ ആരും റിജക്റ്റ് ചെയ്യത്തുമില്ല. ബിക്കോസ് ഐ എം വർക്കിംഗ് വിത്ത് മൈ കൊളീഗ്സ്. അവർ എല്ലാവരും ഞങ്ങളുടെ ഇപ്പോൾ ഏവിയേഷൻ ഫീൽഡിൽ ഇരിക്കുന്ന എല്ലാവരും ഫെയർ ആയിട്ടുള്ളവരല്ല. നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് എല്ലാം ഇരിക്കുന്ന കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരും ഒന്നും ഫെയർ ആയിട്ടിരിക്കുന്ന ആൾക്കാരേ അല്ല, ബ്യൂട്ടി ആയിട്ടിരിക്കുന്ന ആൾക്കാരും അല്ല. നിങ്ങൾക്ക് ആ സ്കിൽസ് ഉണ്ടോ, നിങ്ങൾ കേപ്പബിൾ ആണോ ആ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യാനായിട്ട്? കുറച്ച് ക്ലിയർ സ്കിന്ന് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം, ബ്യൂട്ടി ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ ക്യാബിൻ ക്രൂ ആകാൻ പറ്റൂ. അതൊക്കെ കുറേ ഏവിയേഷൻ റിലേറ്റഡ് വീഡിയോസ് യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ 99% ഇറ്റ് വിൽ ബി ഫേക്ക്. ഓക്കെ, അവർക്ക് ഏവിയേഷന് കുറച്ച് സീറോ നോളജ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് കേട്ടിട്ടായിരിക്കും അവർ വീഡിയോ ചെയ്യുന്നത്. അവർ ഏവിയേഷൻ ബാക്ക്ഗ്രൗണ്ടേ ആയിരിക്കില്ല. ബട്ട് വീഡിയോ ഇടുമ്പോൾ അവർ ഫേക്ക് കുറച്ച് അവർ അവിടെ ഇവിടെ നിന്ന് കേട്ട് അറിയാവുന്ന കുറച്ച് മിത്സ് ഒക്കെ മാത്രമേ അവർ പറയത്തുള്ളൂ. ബട്ട് ദെൻ അത് ആക്ച്വലി അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ ഏവിയേഷൻ കരിയർ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 6 years ആവാറായി. സോ എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ഇപ്പോൾ 3 ഡിഫറെൻറ്റ് കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എനിക്കറിയാം. അവിടെ ഫെയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല. ഏവിയേഷൻ എന്ന് പറയുന്നത് ബ്യൂട്ടി, ഫെയർ ആയിട്ടിരിക്കണം, അത് മാത്രമല്ല. അവിടെ നിങ്ങൾക്ക് സ്കിൽസ് വേണം. നിങ്ങൾ കേപ്പബിൾ ആണോ അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യാനായിട്ട്? നിങ്ങൾ സ്ട്രോങ് എനഫ് ആണോ, കോൺഫിഡൻ്റ് ആണോ? ഇതൊക്കെ മാത്രമേ അവർ നോക്കത്തുള്ളൂ. സോ ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് high time you'll have to go give it a try. So നിങ്ങൾ അടുത്തതായിട്ട് കുറേ ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഇൻ്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ ആരും സെലക്ട് ആവില്ല. സെലക്ട് ആയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ കുത്തിരിക്കാതൊന്നും പോകണ്ട. പിന്നെ അടുത്ത ഇൻ്റർവ്യൂവിന് പോകാൻ ഡീമോട്ടിവേറ്റ് ആയിട്ടും ഇരിക്കേണ്ട. സോ ഫസ്റ്റ് റൗണ്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തിനാ റിജക്റ്റ് ആയേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നെക്സ്റ്റ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ അതൊക്കെ പ്രിപ്പയർ ആയിട്ട് അതൊക്കെ വർക്ക് ഓൺ ചെയ്തിട്ട് വേണം അടുത്ത ഇൻ്റർവ്യൂവിലോട്ട് പോകാനായിട്ട്. സോ പിന്നെയും റിജക്റ്റ് ആയാൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, ഞാൻ ഇതൊക്കെ കാര്യങ്ങൾ പിന്നെയും ഞാൻ പ്രിപ്പയർ ആയിട്ട് പോയി കഴിഞ്ഞാൽ, കോൺഫിഡൻ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ, വർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഐ മൈറ്റ് ബി ഗെറ്റിംഗ് സെലക്റ്റഡ് ഇൻ നെക്സ്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ജയിക്കണം, ക്യാബിൻ ക്രൂ ആവണം എന്ന് മൈൻഡ് സെറ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ദെൻ നിങ്ങൾക്കത് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക. കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇൻക്ലൂഡിങ് മീ. ഞാൻ വേറെ ആൾക്കാരെ ഞാൻ പറയുന്നതല്ല, ഇൻക്ലൂഡിങ് മീ. എൻ്റെ ഫ്രണ്ട്സൊക്കെ സെലക്ട് ആയി, ഞാൻ സെലക്ട് ആയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിപ്രഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് ആരും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. അപ്പോഴൊന്നും ഇങ്ങനെ ഇത്രയും യൂട്യൂബൊക്കെ ഇത്രയും യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇപ്പോഴാണ് കുറേ വരാൻ തുടങ്ങിയത്. ഏവിയേഷൻ റിലേറ്റഡ് ഒക്കെ കോവിഡ് ആ സമയത്താണ്. അതിന് മുൻപൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സോ പറഞ്ഞു തരാനാവട്ടെ, മോട്ടിവേറ്റ് ചെയ്യാനാവട്ടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ക്വിറ്റ് ചെയ്തതായിരുന്നു ഇടയ്ക്ക്. ഏവിയേഷനെ വേണ്ടാന്ന് പറഞ്ഞ് ക്വിറ്റ് ചെയ്ത് ഡിപ്രസ്ഡ് അടിച്ചിരിക്കുകയായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് ഈ പൊസിഷൻ വരെ ഇരിക്കാമെങ്കിൽ ഓബ്വിയസ്ലി യു ക്യാൻ. ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞിരുന്നാൽ അത് പറ്റാതെ ഇരിക്കത്തുള്ളൂ. സോ യു വിൽ ഹാവ് ടു ട്രൈ ഇറ്റ്, യു വിൽ ഹാവ് ടു ഗീവ് ഇറ്റ് എ ട്രൈ. സോ നിങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്ത് കുറേ ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനി അപ്കമ്മിങ് വീഡിയോസ് അതൊക്കെ ഞാൻ ചെയ്ത് ഇടാം. അത്രയേ ഉള്ളൂ. വേറെ
കുറേ വിശേഷങ്ങളുമായിട്ട് പിന്നെയും ഞാൻ അടുത്ത വീഡിയോസിൽ വരാം. അതുവരെ സീ യു, ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.